സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും അത്യന്തം പ്രാധാന്യത്തോടുകൂടി പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ് ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ജില്ലയിൽ ചിറ്റൂരിന് സമീപം സ്ഥിതി ചെയ്യുന്ന തിരുമല ക്ഷേത്രം. കലിയുഗ വൈകുണ്ഠമെന്നും ആനന്ദനിലയമെന്നും വിശേഷിപ്പിക്കപ്പെടുന്ന ഈ പുണ്യസങ്കേതത്തിൽ വെങ്കടേശ്വര ഭഗവാന്റെ പ്രതിഷ്ഠ വരുന്നതിനും എത്രയോ കാലം മുമ്പ് തന്നെ അവിടെ മറ്റൊരു പുരാതനമായ ക്ഷേത്രമുണ്ടായിരുന്നു എന്നാണ് ഐതിഹ്യങ്ങൾ വ്യക്തമാക്കുന്നത്. മഹാവിഷ്ണുവിന്റെ 10 അവതാരങ്ങളിൽ മൂന്നാമത്തേതായ വരാഹമൂർത്തിയാണ് അവിടെ ആദ്യം കുടികൊണ്ടത്. ഹിരണ്യാക്ഷൻ എന്ന അസുരനെ നിഗ്രഹിച്ച ശേഷം ഭൂമിയെ സംരക്ഷിച്ച വരാഹമൂർത്തി തന്റെ വാഹനമായ ഗരുഡന്റെ സഹായത്തോടെയാണ് തിരുമല പർവ്വതനിരകളിലെത്തിയത്. തുടർന്ന് തിരുമലയിലെ സ്വാമി പുഷ്കരിണി എന്ന വിസ്തൃതമായ പുണ്യതീർത്ഥത്തിന്റെ പടിഞ്ഞാറേ കരയിൽ കിഴക്ക് ദിക്കിലേക്ക് ദർശനമായി ഭഗവാൻ കുടിയിരുന്ന് ഭക്തരെ അനുഗ്രഹിച്ചു പോന്നു. വരാഹമൂർത്തിക്കായി സമർപ്പിക്കപ്പെട്ട ആ ക്ഷേത്രം ഇന്നും തിരുമലയിൽ ഭക്തർക്ക് ദർശന പുണ്യമായി നിലനിൽക്കുന്നുണ്ട്. യുഗങ്ങൾ പിന്നിട്ട് കലിയുഗത്തിന്റെ തുടക്കത്തിൽ ഗംഗാതീരത്ത് വലിയൊരു യജ്ഞം സംഘടിപ്പിച്ച ഋഷിമാർക്ക് ഒരു വലിയ സംശയമുടലെടുത്തു. ഈ യജ്ഞത്തിന്റെ അഗ്രപൂജയ്ക്ക് ഏറ്റവും യോഗ്യൻ ത്രിമൂർത്തികളിൽ ആരാണ് എന്നതായിരുന്നു ആ തർക്കം. ഈ സന്ദേഹം പരിഹരിക്കാനായി അവർ നാരദ മഹർഷിയെ സമീപിച്ചു. ത്രിമൂർത്തികളിൽ സത്വഗുണ പ്രധാനിയായ ആളെ കണ്ടെത്താൻ ദേവന്മാർ നിർദ്ദേശിച്ചതനുസരിച്ച് ഭൃഗുമഹർഷി പുറപ്പെട്ടു. കാലിൽ ജന്മനാ ഒരു കണ്ണുണ്ടായിരുന്ന ഭൃഗുമഹർഷി അമിതമായ ജ്ഞാനത്താൽ അഹങ്കാരി കൂടിയായിരുന്നു. അദ്ദേഹം ആദ്യം ബ്രഹ്മലോകത്ത് പോയി ബ്രഹ്മാവിനെയും പിന്നീട് കൈലാസത്തിൽ പോയി പരമശിവനെയും സന്ദർശിച്ചെങ്കിലും തന്നെ വേണ്ടവിധം ബഹുമാനിക്കുന്നില്ലെന്ന് തോന്നിയതിനാൽ ഇരുവരും അവഗണിച്ചതായി അദ്ദേഹം കരുതി. തുടർന്ന് അദ്ദേഹം വൈകുണ്ഠത്തിലെത്തി മഹാവിഷ്ണുവിനെ സമീപിച്ചു. അവിടെ ലക്ഷ്മീദേവിയുമായി സല്ലപിച്ചിരുന്ന ഭഗവാൻ മഹർഷി വന്നത് അറിഞ്ഞ ഭാവം പോലും കാണിക്കാതെ പെരുമാറി. ഇതിൽ അത്യന്തം കുപിതനായ ഭൃഗുമഹർഷി ഭഗവാന്റെ നെഞ്ചത്ത് ഒരൊറ്റ ചവിട്ട് നൽകി. ആ ആഘാതത്തിൽ മഹർഷിയുടെ കാലിലെ കണ്ണ് തെറിച്ചുപോയെങ്കിലും ഒന്നും സംഭവിക്കാത്തതുപോലെ ശാന്തനായിരുന്ന ഭഗവാൻ മഹർഷിയോട് മാപ്പപേക്ഷിക്കുകയും അദ്ദേഹത്തിന്റെ കാലുകൾ തടവുകയും ചെയ്തു. ഭഗവാന്റെ ഈ അത്യുന്നതമായ ശാന്തതയും വിനയവും കണ്ടപ്പോൾ വിഷ്ണു തന്നെയാണ് ത്രിമൂർത്തികളിൽ ഉത്തമനെന്ന് മഹർഷിക്ക് ബോധ്യപ്പെട്ടു. എന്നാൽ ഈ സംഭവത്തിന് മറ്റൊരു വശമുണ്ടായിരുന്നു. ഭൃഗുമഹർഷി ചവിട്ടിയ ഭഗവാന്റെ നെഞ്ചിന്റെ ഇടതുഭാഗമായിരുന്നു ഐശ്വര്യദേവിയായ മഹാലക്ഷ്മിയുടെ വാസസ്ഥലമായി അറിയപ്പെടുന്ന ശ്രീവത്സമുള്ള പ്രദേശം. തന്റെ വാസസ്ഥലത്തെ അപമാനിച്ച മഹർഷിയുടെ പ്രകോപനത്തിൽ പ്രകോപിതയായ ലക്ഷ്മീദേവി ഇതിന് വഴങ്ങിയ ഭഗവാനോട് പരിഭവിച്ച് വൈകുണ്ഠം ഉപേക്ഷിച്ച് പോയി. തുടർന്ന് ദേവി ഭൂലോകത്തിലെ മഹാരാഷ്ട്രയിലുള്ള കോൽഹാപൂർ എന്ന സ്ഥലത്ത് കഠിനമായ ധ്യാനത്തിൽ ഏർപ്പെട്ടു. ഇന്നും അവിടെ പ്രസിദ്ധമായ ഒരു മഹാലക്ഷ്മി ക്ഷേത്രം നിലകൊള്ളുന്നു. ഭൃഗുമഹർഷിയുടെ പ്രവൃത്തിയിൽ മനം നൊന്ന് വൈകുണ്ഠം ഉപേക്ഷിച്ചു പോയ മഹാലക്ഷ്മിയുടെ വേർപാടിൽ അതിയായ ദുഃഖിതനായ ആദിനാരായണൻ പ്രിയതമയെ തേടി ഭൂലോകത്തെത്തി. അദ്ദേഹം തന്റെ ദിവ്യരൂപം മറച്ചുവെച്ച് ശ്രീനിവാസൻ എന്ന നാമത്തിൽ ഒരു സാധാരണ മനുഷ്യനായി വേഷം മാറുകയും വെങ്കടാദ്രിയിലെ തിരുമല കുന്നുകളിൽ ഏകാന്തമായ തപസ്സിൽ മുഴുകുകയും ചെയ്തു. ഭഗവാന്റെ ഈ ദൈന്യതയാർന്ന അവസ്ഥ മനസ്സിലാക്കിയ ബ്രഹ്മാവും ശിവനും ഇതിനൊരു പരിഹാരം തേടി വൈകുണ്ഠനാഥന്റെ പ്രിയതമയായ മഹാലക്ഷ്മിയെ സമീപിച്ച് കാര്യങ്ങൾ വിശദമായി ധരിപ്പിച്ചു. തുടർന്ന് ദേവന്മാരുടെ ആലോചന പ്രകാരം രൂപം കൊണ്ട പദ്ധതി അനുസരിച്ച് ബ്രഹ്മാവും ശിവനും പശുക്കളുടെയും കിടകളുടെയും വേഷം സ്വീകരിച്ചു. സാക്ഷാൽ മഹാലക്ഷ്മി ഒരു സാധാരണ യുവതിയുടെ വേഷത്തിൽ വന്ന് അന്ന് തിരുമല ഉൾപ്പെട്ട വിശാലമായ പ്രദേശം ഭരിച്ചിരുന്ന ചോള രാജാവിന്റെ കൊട്ടാരത്തിൽ ഈ പശുക്കളെ ദാനമായി നൽകി. ഈ കൂട്ടത്തിൽപ്പെട്ട വലിപ്പമുള്ള ഒരു പശു നിത്യവും ശ്രീനിവാസൻ തപസ് ചെയ്തിരുന്ന നിഗൂഢമായ സ്ഥലത്തെത്തുകയും ഭഗവാന് ഭക്ഷണമായി തന്റെ അകിടിൽ നിന്ന് സ്വയം പാല് ചുരത്തി നൽകുകയും പതിവാക്കി. പശുവിന്റെ ഈ പ്രവൃത്തി ശ്രദ്ധയിൽപ്പെട്ട കറവക്കാരൻ പശുവിന് പാല് നൽകുന്നത് തടയാനായി അതിനെ അതിക്രൂരമായി മർദ്ദിക്കാൻ മുതിർന്നു. പശുവിന് ആ മാരക മർദ്ദനമേൽക്കാതിരിക്കാൻ ഭക്തവത്സലനായ ഭഗവാൻ പെട്ടെന്ന് മുന്നിൽ വന്ന് നിൽക്കുകയും കറവക്കാരൻ വീശിയ വടി അബദ്ധവശാൽ ഭഗവാന്റെ ശിരസിൽ പതിക്കുകയും മുറിവേൽക്കുകയും ചെയ്തു. തന്റെ പരിശുദ്ധമായ രക്തം ഭൂമിയിൽ ചിന്തിയതിൽ പ്രകോപിതനായ ശ്രീനിവാസൻ ക്രൂരനായ കറവക്കാരനെയും ഭൃത്യന്റെ തെറ്റിന് ഭരണാധികാരി എന്ന നിലയിൽ ഉത്തരവാദിയായ ചോള രാജാവിനെയും അസുരന്മാരായി ജനിക്കട്ടെ എന്ന് ശപിച്ചു മുക്തനാക്കി. പിന്നീട് മുറിവേറ്റ ഭഗവാൻ തന്റെ വളർത്തമ്മയായി മാറിയ വകുളാദേവിയുടെ വസതിയിൽ അഭയം തേടുകയും അവിടെ താമസം ആരംഭിക്കുകയും ചെയ്തു. ഇതിനിടയിൽ ശാപമോചൻ ലഭിച്ച ചോള രാജാവ് ആകാശരാജാവായി പുനർജനിച്ചു.
അദ്ദേഹത്തിന് പത്മാവതി എന്ന നാമത്തിൽ അതിസുന്ദരിയായ ഒരു മകൾ ജനിച്ചു. പണ്ട് വിഷ്ണുപദം പ്രാപിക്കാൻ കഠിന തപസ്സനുഷ്ഠിച്ച ലക്ഷ്മീദേവിയുടെ തന്നെ അംശമായ വേദവതിയുടെ പുനർജന്മമായിരുന്നു പത്മാവതി. തിരുപ്പതിക്കടുത്തുള്ള തിരുച്ചാനൂരിലെ പത്മപുഷ്കരിണിയിലായിരുന്നു പത്മാവതിയുടെ വിശുദ്ധമായ ജന്മമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ശ്രീനിവാസനും രാജകുമാരി പത്മാവതിയും തമ്മിലുള്ള മംഗളകരമായ വിവാഹം ഉടൻ നടക്കുമെന്നും അത് ലോകത്തിന്റെ നന്മയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്നും നാരദ മഹർഷി ആകാശരാജാവിനെ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്തി. ഇതിനെ തുടർന്ന് നാരായണവാരം എന്ന പുണ്യസ്ഥലത്ത് വെച്ച് അത്യന്തം ആഡംബരത്തോടെയും ഗംഭീരമായും അവരുടെ വിവാഹ മഹോത്സവം നടന്നു. എന്നാൽ ഒരു സാധാരണ മനുഷ്യനെപ്പോലെ ജീവിച്ചിരുന്ന ശ്രീനിവാസന് ഇത്ര വലിയ വിവാഹ ചെലവുകൾക്കായി ആവശ്യമായ പണമൊന്നും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ ബ്രഹ്മാവിന്റെയും ശിവന്റെയും ഉപദേശപ്രകാരം ധനദേവനായ കുബേരനിൽ നിന്ന് ഭീമമായ ഒരു തുക കടം വാങ്ങിയാണ് ഭഗവാൻ വിവാഹ ചടങ്ങുകൾ പൂർത്തിയാക്കിയത്. ഇതോടെ സാക്ഷാൽ നാരായണൻ കുബേരന്റെ കടക്കാരനായി മാറി. വിവാഹാനന്തരം വായുദേവനോട് സ്വർഗലോകത്ത് നിന്ന് മഹാലക്ഷ്മിയുടെ ദിവ്യമായ സിംഹാസനമായ താമരപ്പൂവ് കൊണ്ടുവരാൻ ശ്രീനിവാസൻ ആജ്ഞാപിച്ചു. ഭഗവാന്റെ ആഹ്വാനം കേട്ട നിമിഷം തന്നെ മഹാലക്ഷ്മി ആ താമരപ്പൂവിൽ പ്രത്യക്ഷപ്പെട്ടു. തന്റെ ഈ വലിയ കടബാധ്യതകൾ തീർക്കാനായി കാണിക്ക അർപ്പിക്കുന്ന ഭക്തജനങ്ങൾക്ക് പകരം അവർ ആഗ്രഹിക്കുന്ന സമ്പത്തും ഐശ്വര്യവും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കണമെന്ന് ഭഗവാൻ ലക്ഷ്മീദേവിയോട് വിനീതമായി അപേക്ഷിച്ചു. തന്റെ പക്കൽ അഭയം തേടുന്ന ഭക്തരുടെ എല്ലാ ആഗ്രഹങ്ങളും താൻ പൂർത്തിയാക്കുമെന്നും അവർക്ക് സകലവിധ ഐശ്വര്യവും നൽകി സംരക്ഷിക്കുമെന്നും ദേവി ഉറപ്പു നൽകി. അതിനുശേഷം നാരായണൻ തന്റെ അതിദിവ്യമായ വിശ്വരൂപം കൈകൊള്ളുകയും ആനന്ദനിലയം എന്ന തിരുമല ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ച് സ്വയം ശിലാവിഗ്രഹമായി മാറുകയും ചെയ്തു. കലിയുഗത്തിലെ ഭക്തരുടെ ദുഃഖദുരിതങ്ങൾ അകറ്റാൻ ഭഗവാൻ ലക്ഷ്മി സമേതനായി വെങ്കടാദ്രിയിൽ പ്രത്യക്ഷ ദൈവമായി വസിക്കാൻ തീരുമാനിച്ച വിവരം ബ്രഹ്മാവും ശിവനും അറിയിച്ചു. ആ നിമിഷം തന്നെ രണ്ടു ദേവിമാരും ഭഗവാനോടൊപ്പം ലയിച്ചു ചേർന്നു. മഹാലക്ഷ്മി ഭഗവാന്റെ നെഞ്ചിന്റെ ഇടതുഭാഗത്തും പത്മാവതി ദേവി വലതുഭാഗത്തുമായി കുടികൊണ്ടു. ഇങ്ങനെ ലക്ഷ്മി നാരായണ സങ്കല്പത്തിൽ ബാലാജി, ഗോവിന്ദൻ, സപ്തഗിരീശ്വരൻ എന്ന പേരുകളിൽ അറിയപ്പെടുന്ന വെങ്കടേശ്വരസ്വാമി തിരുപ്പതിയിൽ സർവ്വദുഃഖഹരനായി കുടികൊള്ളുന്നു. പൂർവഘട്ട മലനിരകളിലെ ശേഷാദ്രി, നീലാദ്രി, ഗരുഡാദ്രി, അഞ്ജനാദ്രി, ഋഷഭാദ്രി, നാരായണാദ്രി, വെങ്കടാദ്രി എന്നീ 7 മലകളുടെ അധിപനായതിനാൽ ഭഗവാൻ സപ്തഗിരീശ്വരൻ എന്നും വിളിക്കപ്പെടുന്നു. 108 ദിവ്യദേശങ്ങളിൽ ഒന്നായ ഇവിടെ വെങ്കടേശ്വരനോടൊപ്പം ശ്രീലകത്ത് ശ്രീകൃഷ്ണൻ, രുക്മിണി, ശ്രീരാമൻ, സീത, ലക്ഷ്മണൻ എന്നിവർക്കും പ്രതിഷ്ഠയുണ്ട്. കൂടാതെ നരസിംഹമൂർത്തി, ഹനുമാൻ, കുബേരൻ, ഗരുഡൻ, വരദരാജൻ തുടങ്ങിയ ഉപദേവന്മാരും ഇവിടെ കുടികൊള്ളുന്നു. അടിവാരത്തുള്ള അലിപിരിയിൽ നിന്നും യാത്ര ആരംഭിക്കുമ്പോൾ ശ്രീവാരി പാതാല മണ്ഡപം ദർശിക്കാം. ഭഗവാൻ എല്ലാ ദിവസവും രാത്രി തിരുച്ചാനൂരിലുള്ള പത്മാവതി ദേവിയുടെ അടുത്തേക്ക് പോകുന്ന വഴിയിൽ വിശ്രമിക്കുന്ന സ്ഥലമാണിത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഹൈന്ദവ ക്ഷേത്രമായ ഇവിടെ തലമുണ്ടനം ചെയ്യുന്നതും പണം കാണിക്ക അർപ്പിക്കുന്നതും പ്രധാന വഴിപാടുകളാണ്. തിരുമല തിരുപ്പതി ദേവസ്ഥാനത്തിന്റെ കീഴിലുള്ള ഈ ക്ഷേത്രത്തിലെ ബ്രഹ്മോത്സവവും തിരുക്കല്യാണവും ഭക്തർക്ക് അവിസ്മരണീയമായ അനുഭവമാണ്.